നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം അനുവദിച്ചു കോടതി. ദ്വാരപാലക കട്ടിളപ്പാളി കേസുകളിൽ സ്വാഭാവിക ജാമ്യമാണ് കൊല്ലം വിജിലൻസ് കോടതി അനുവദിച്ചത്. ഇരു കേസുകളിലും അറസ്റ്റ് ചെയ്ത് 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് കർശനോപാധികളോടെ ജാമ്യം അനുവദിച്ചത്. വിജിലൻസ് കോടതിയാണ് കർശനോപാധികളോട് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. റാന്നി കോടതി പരിധിയിൽ പ്രവേശിക്കരുത്, അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം, തെളിവുകൾ നശിപ്പിക്കരുത് തുടങ്ങിയവയാണ് ജാമ്യ വ്യവസ്ഥകൾ. ഇരു കേസുകളിലും അറസ്റ്റ് ചെയ്ത് 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ഈ ജാമ്യം. 2 കേസുകളും ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ മുരാരി ബാബു ഉടൻ ജയിൽ മോചിതനാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന ആദ്യ വ്യക്തിയാകും മുരാരി ബാബു. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി നീട്ടി. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് നേരിട്ട് പങ്കുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. പാളികൾ 2 തവണ കടത്തിയതിലും തന്ത്രിക്ക് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം വിജിലൻസ് കോടതി അറിയിച്ചു. മറ്റു പ്രതികളുമായി തന്ത്രിക്ക് സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും SIT പറയുന്നു. സ്വർണ്ണക്കൊള്ളക്കേസിൽ 13ാം പ്രതിയാണ് കണ്ഠരര് രാജീവർ. തന്ത്രി പ്രതികൾക്കൊപ്പം ഗൂഢാലോചനയിൽ പങ്കാളിയെ കട്ടിളപ്പാളിയിലെ സ്വർണം, പ്രഭാപാളി എന്നിവ കൊണ്ടുപോയിട്ടും തന്ത്രി ഇടപെട്ടില്ല. ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു. 1, 9, 10 പ്രതികൾക്കൊപ്പം ലാഭം ഉണ്ടാക്കുവാനും കൂട്ടുനിന്നു എന്നും SIT റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. പോറ്റിക്കും തന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിന് SITക്ക് തെളിവ് ലഭിച്ചു. 2018 മുതൽ ഇരുവരും കൂടിക്കാഴ്ച നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് കൊണ്ടുവന്നതും കണ്ഠരര് രാജീവരെന്നും കണ്ടെത്തിയിരുന്നു. സ്വർണ്ണം പൊതിഞ്ഞ പാളിയാണ് എന്ന് അറിയാമായിരുന്നിട്ടും ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയ മഹസറിൽ ഒപ്പിട്ടുവെന്നും SIT പറയുന്നു. പാളികളിൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് ആദ്യം പറഞ്ഞതും കണ്ഠരര് രാജീവർ ആയിരുന്നു. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം തന്ത്രി അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ പ്രതികരിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ് രംഗത്ത് വന്നിട്ടുണ്ട്. മണ്ഡലത്തിലുള്ള ആളെന്ന നിലയിലാണ് സഹകരിച്ചതെന്ന വാദം അടൂർ പ്രകാശ് ആവർത്തിച്ചു. പോറ്റി ക്ഷണിച്ച ചടങ്ങിൽ താൻ പങ്കെടുത്തിട്ടുണ്ട്. ശബരിമലയിലെ ചടങ്ങിനെത്താനായി പോറ്റി തന്നെ ക്ഷണിച്ചു. അതനുസരിച്ചാണ് പോയത്. പിന്നീട് പോറ്റിയുടെ പിതാവ് മരിച്ചപ്പോൾ പോയി. പോറ്റിയുടെ സഹോദരി താമസിക്കുന്ന വീട്ടിലും പോയിട്ടുണ്ട്. KPCC ജനറൽ സെക്രട്ടറി രമണി P നായർക്കൊപ്പമാണ് പോയത്. പോറ്റി കൊള്ള സംഘക്കാരനാണെന്ന് താൻ അറിഞ്ഞിരുന്നില്ല എന്നും അടൂർ പ്രകാശ് വിശദീകരിച്ചു. പോറ്റിയിൽ നിന്നും സമ്മാനം വാങ്ങുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതും അടൂർ പ്രകാശ് നിഷേധിച്ചിട്ടില്ല. ഈന്തപ്പഴമോ മറ്റുമാണ് പോറ്റി സമ്മാനമായി തന്നത്. അത് അപ്പോൾ തന്നെ അവിടെയുള്ളവർക്ക് നൽകിയെന്നും അദ്ദേഹം പറയുന്നു. കയ്യിൽ തന്ന കവർ പോറ്റിയുടെ സഹോദരിയുടെ മകളുടെ ചടങ്ങുമായി ബന്ധപ്പെട്ട ക്ഷണമാണ്. അതിനാണ് പിന്നീട് അവരുടെ വീട്ടിൽ പോയത്. താൻ വഴിയല്ല സോണിയാഗാന്ധിയുടെ അടുത്ത് പോറ്റി എത്തിയത്. എന്താണ് ചടങ്ങെന്ന് കൃത്യമായി ഓർക്കാനാകുന്നില്ല. രമേശ് ബാബുവിനെ അറിയില്ല. ഒപ്പുവന്ന് കണ്ടവരെയും പരിചയമില്ല. താൻ നിത്യസന്ദർശകനാണെന്ന് പറഞ്ഞ പോറ്റിയുടെ അയൽക്കാരൻ പേടി സാക്ഷിയാകാമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു.